ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് പത്മജ വേണുഗോപാൽ ബിജെപിയിൽ പോയത് കോൺഗ്രസിനെ കടുത്ത ആശയക്കുഴപ്പത്തിലാണ് എത്തിച്ചിരിക്കുന്നത്. യാതൊരു സ്വാധീനവും ഉണ്ടാക്കാൻ കഴിയാത്ത നേതാവാണ് പത്മജയെന്നും മത്സരിച്ച തിരഞ്ഞെടുപ്പുകളിലൊന്നും അവർ വിജയിച്ചിട്ടില്ല എന്നും കോൺഗ്രസ് നേതൃത്വം ആവർത്തിച്ചിരുന്നതാണ്. എന്നാൽ കരുണാകരന്റെ മകൾ ബിജെപിയിലേക്ക് പോയത് തങ്ങൾക്ക് കനത്ത ക്ഷീണമുണ്ടാക്കുമെന്ന ആശങ്ക കോൺഗ്രസിനുണ്ട്. അതുകൊണ്ടുകൂടിയാണ് അവസാന നിമിഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വത്തിൽ കോൺഗ്രസ് അപ്രതീക്ഷിത മാറ്റങ്ങൾ നടപ്പാക്കിയതും. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക AICC ആസ്ഥാനത്ത് KC വേണുഗോപാലാണ് പ്രഖ്യാപിച്ചത്. കേരളത്തിലെ 16 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കും. ആലപ്പുഴ മണ്ഡലത്തിൽ KC വേണുഗോപാൽ തന്നെ തിരിച്ചെത്തും. ഏറെ അഭ്യൂഹങ്ങൾക്കൊടുവിൽ കണ്ണൂരിൽ K സുധാകരൻ തന്നെ മത്സരിക്കുമെന്നും തീരുമാനമായിരിക്കുകയാണ്. മറ്റ് സീറ്റുകളിൽ എല്ലാം തന്നെ സിറ്റിംഗ് എംപിമാർ തന്നെയാണ് മത്സരിക്കുക. മാവേലിക്കരയും പത്തനംതിട്ടയും സിറ്റിംഗ് എംപിമാർ മാറുമെന്ന വാർത്തകളൊക്കെ തള്ളിക്കൊണ്ട് ഇവിടെ യഥാക്രമം കൊടിക്കുന്നിൽ സുരേഷും ആന്റണിയും മത്സരിക്കുന്നതാണ്. കാസർഗോഡ് മുതിർന്ന നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താനും കോഴിക്കോട് MK രാഘവനും വീണ്ടും ജനവിധി തേടും. കോൺഗ്രസിന്റെ ശേഷിക്കുന്ന മണ്ഡലങ്ങളായ പാലക്കാട് VK ശ്രീകണ്ഠനും തിരുവനന്തപുരത്ത് ശശി തരൂരും മത്സരിക്കും. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശും ആലത്തൂര് രമ്യ ഹരിദാസ് എന്നിവരും ഇക്കുറി വീണ്ടും ഇറങ്ങും. അതേസമയം ഇക്കുറി ഏറ്റവും അധികം ഉറ്റുനോക്കിയ മണ്ഡലങ്ങളായ തൃശൂരിലും വയനാട്ടിലും അവസാന നിമിഷത്തെ സർപ്രൈസിലൂടെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായത്. തുടക്കം മുതൽ രാഹുൽ ഇറങ്ങില്ലെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി വീണ്ടും ജനവിധി തേടുന്നുണ്ട്. യഥാർത്ഥ ട്വിസ്റ്റ് നടന്നത് തൃശൂർ മണ്ഡലത്തിലായിരുന്നു. അവിടെ അവസാന നിമിഷം വരെ പരിഗണിക്കപ്പെട്ടിരുന്ന സിറ്റിംഗ് MP TN പ്രതാപൻ ഒടുവിൽ തഴയപ്പെടുകയാണ് ഉണ്ടായത്. പത്മജ വേണുഗോപാൽ BJPയിലേക്ക് ചേക്കേറിയതോടെ കോൺഗ്രസ് സുരേഷ് ഗോപിയെ നേരിടാൻ K മുരളീധരനെ തന്നെ രംഗത്തിറക്കാൻ തീരുമാനിച്ചു. ഇതോടെ വടകരയിൽ ശൈലജ ടീച്ചറെ നേരിടാൻ കോൺഗ്രസിന് മറ്റൊരു മുഖം തേടേണ്ട സാഹചര്യമായിരുന്നു ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ T സിദ്ദിഖിനെയും ഷാഫി പറമ്പിലിനെയുമായിരുന്നു പരിഗണിച്ചിരുന്നത്. പിന്നീട് ഷാഫി പറമ്പിലേക്ക് എത്തുകയായിരുന്നു. ഒടുവിൽ അന്തിമ തീരുമാനം വന്നപ്പോഴേക്കും വടകരയിലും തൃശൂരിലും കളം മാറി മറിയുകയായിരുന്നു. എന്നാൽ വടകരയിൽ നിന്ന് K മുരളീധരൻ തൃശൂരിലേക്ക് ചേക്കേറുകയാണ് ഉണ്ടായത്. പകരം ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിക്കും. പത്മജ പാർട്ടി വിട്ട ക്ഷീണമകറ്റാൻ വടകരയിലെ സിറ്റിംഗ് MP കൂടിയായ K മുരളീധരനെ തൃശൂരിൽ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു കോൺഗ്രസ്. ഇതോടെ ഇതുവരെ ചിത്രത്തിലില്ലാതിരുന്ന പാലക്കാട് MLA ഷാഫി പറമ്പിലിനെ വടകരയിൽ മത്സരിപ്പിക്കാനും നേതൃത്വം തീരുമാനിച്ചു. തൃശൂരിലെ സിറ്റിംഗ് MP ആയ TN പ്രതാപന് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാനും തീരുമാനമാവുകയായിരുന്നു. എന്നാൽ അവസാന നിമിഷത്തെ അപ്രതീക്ഷിത ട്വിസ്റ്റിൽ നേതാക്കൾക്കും പ്രവർത്തകർക്കുമിടയിൽ അതൃപ്തി രൂക്ഷമായിരിക്കുകയാണ്. വടകര വിട്ട് തൃശൂരിൽ മത്സരിക്കുന്നതിനോട് തുടക്കത്തിൽ തന്നെ K മുരളീധരൻ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ നേതൃത്വം പറയുന്ന ഏതു മണ്ഡലത്തിലും മത്സരിക്കാൻ ഒരുക്കമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു. ഷാഫി പറമ്പിലിനും അതൃപ്തിയാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. തന്റെ തട്ടകമായ പാലക്കാട് വിട്ടുവരുന്നതിനോട് അദ്ദേഹത്തിന് തീരെ താല്പര്യമില്ല. പാലക്കാട് വിടുന്നതിനാലാണ് അതൃപ്തി. എന്നാൽ പാർട്ടി പറയുന്ന സീറ്റിൽ മത്സരിക്കും എന്നതാണ് നിലപാടെന്നാണ് സ്ഥാനാർത്ഥിത്വ വാർത്തകളോട് ഷാഫി പറമ്പിൽ പ്രതികരിച്ചത്. എന്തായാലും വടകരയിൽ ഷാഫി പറമ്പിൽ എത്തുന്നതോടെ ഷാഫി KK ശൈലജ പോരാട്ടത്തിനാണ് കളമൊരുങ്ങിയിരിക്കുന്നത്. പോരാട്ടത്തിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് ശൈലജ പിടിച്ചെടുക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അതേസമയം മുരളീധരന്റെ വരവോടെ തൃശൂർ മത്സരം കൂടുതൽ മുറുകുകയാണ്. ഇപ്പോഴാണ് പോരാട്ടം കുറച്ചുകൂടി രസകരമായതെന്നാണ് K മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തോട് BJP നേതാവ് സുരേഷ് ഗോപി പറഞ്ഞത്. ആരൊക്കെ വന്നാലും ഇത്തവണ താൻ തൃശൂരിൽ ജയിക്കുമെന്നും സുരേഷ് ഗോപി പറയുകയുണ്ടായി. അതേസമയം കോൺഗ്രസിൽ നിന്ന് സീറ്റ് പിടിച്ചെടുക്കാനാകുമെന്നാണ് LDF പ്രതീക്ഷ വയ്ക്കുന്നത്. എന്തുതന്നെയായാലും ഇത്തവണയും താമര വിരിയില്ല എന്നാണ് കോൺഗ്രസിന്റെ നേതൃത്വം പറയുന്നത്. അതല്ല, വടകരയിൽ കഴിഞ്ഞ 5 വർഷമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നല്ലോ. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടി പറയുന്ന അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി ഏൽപ്പിച്ച ആ ദൗത്യം വിജയകരമായി നിർവഹിക്കുക എന്നുള്ളതാണ് എൻ്റെ ചുമതല. അതനുസരിച്ച് ആ ദൗത്യം ഏറ്റെടുക്കുക. ഈ BJP കാണിച്ച ചതിക്കുള്ള തിരിച്ചടിയായിരിക്കുമോ താങ്കളുടെ മത്സരവും? അല്ല, BJPയെ എല്ലായിടത്തും 3ാം സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ നയം. കാരണം ഒരിടത്തും അവർക്ക് 2ാം സ്ഥാനം കിട്ടാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള മത്സരം BJP A ഗ്രേഡ് മണ്ഡലം എന്ന് പറയുന്ന എല്ലായിടത്തും ഞങ്ങൾ ശക്തമായിട്ടുള്ള മത്സരം ഉണ്ടാവും. അവരെ 3ാം സ്ഥാനത്തേക്ക് അയക്കും. കാരണം കേരള മണ്ണിൽ അവർക്ക് ഇനി നിലം തൊടാൻ കഴിയില്ല. എങ്ങനെ
വടകരയിൽ പ്രചാരണത്തിലേക്ക് അല്ല, മാറ്റം ഇന്നലെ രാത്രിയാണ് എന്നെ വിളിച്ചറിയിച്ചത് ഇങ്ങനെ മാറണം എന്നുള്ളൊരു സൂചന നൽകി. അതനുസരിച്ച് ഞാൻ പറഞ്ഞു പാർട്ടി എന്താ എന്നെ ഏൽപ്പിച്ചാലും ഞാനത് നിർവഹിക്കും എന്ന് ഞാൻ സൂചിപ്പിച്ചു. എങ്ങനെ? അതല്ല ഞാൻ പറയട്ടെ, പാർട്ടി ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ അത് ഏറ്റെടുക്കുക എന്നുള്ളതാണല്ലോ ചുമതല. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, വട്ടിയൂർക്കാവിലെ ഒരു കുടുംബാംഗം പോലെയാണ് ഞാൻ കഴിഞ്ഞത്. അപ്പോൾ അന്ന് ഇതുപോലെ പെട്ടെന്ന് ഒരു ദിവസം മാറി വന്നപ്പോൾ അതനുസരിച്ചുള്ള വിജയം ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് തൃശ്ശൂരത്തെ ദൗത്യം ഏറ്റെടുക്കുന്നു. ഈ കെ കരുണാകരന്റെ ഫോട്ടോ അടക്കം ഉപയോഗിച്ചുകൊണ്ട് BJP പ്രചാരണം ആരംഭിച്ചത് അതാണ്. ഇപ്പോൾ പത്മജ BJPയിൽ പോയതുകൊണ്ട് കോൺഗ്രസ്സിന് നഷ്ടവുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള ചില കളികൾ കളിക്കാൻ ഇന്ന് BJPക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ദുഃഖം.